പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ദൈവത്തോട് പറ്റിയിരിക്കുക എന്നുള്ള വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ 2024 ആരംഭം മുതൽ അവസാനം വരെയും നാം ദൈവത്തോടു കൂടെ ചേർന്നിരുന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും സർവശക്തനായ കർത്താവ് അന്നും ഇന്നും ഇനിയും അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവമാണ്. ഏതൊരു സാഹചര്യങ്ങളിലും ദൈവത്തോടുകൂടെ നമ്മൾ ചേർന്നിരുന്നാൽ മാത്രം മതി. ഇന്നത്തെ ദിവസം ഞാൻ പങ്കുവയ്ക്കുന്നത് സക്കറിയ പുരോഹിതന് ദൂതന്മാരിൽ ഉണ്ടാകുന്ന ഇടപെടലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു വിഷയം ദൂതന്മാരുമായിട്ടുള്ള എൻകൗണ്ടറിനെ കുറിച്ച്, ഇടപെടലിനെ കുറിച്ച് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കപ്പൽയാത്രയുടെ നടുവിൽ മുന്നോട്ട് പോകുമ്പോൾ ഈശാനമൂലം കൊടുങ്കാറ്റ് കപ്പലിന് വിരോധമായി ആഞ്ഞടിക്കുകയും കപ്പലിന്റെ അടിത്തട്ടിൽ വെച്ച് പൗലോസ് ഉയരത്തിലെ ഉടയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തുനിന്നൊരു ദൂതൻ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് സംസാരിക്കുന്ന ദൈവീക ശബ്ദം, പൗലോസിനോട് ദൂതൻ ഇടപെടുന്നതും ദൂതൻ തന്നോട് കൈമാറുന്ന ദൂതും പൗലോസിനുണ്ടായ ദൂതന്മാരുടെ ഇടപെടലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കുവാനിടയായി. അതിനർത്ഥം സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ചില സന്ദർഭത്തിൽ ചില ദൂതന്മാരെ നമ്മുടെ അടുക്കിൽ സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ നമ്മുടെ അടുക്കിൽ ചില ദൂതന്മാർ വന്നു നിൽക്കുന്നതും, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുക്കിലേക്ക് അയക്കുന്ന ദൂതൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ചില ദൂതുകൾ കൈമാറുവാനത്രേ നമ്മുടെ അടുക്കൽ വന്നു നിൽക്കുന്നതും. ഇവിടെ സക്കറിയ പുരോഹിതന് ദൂതനുമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി വന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സക്കറിയ പുരോഹിതൻ ആലയത്തിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആണ്ടിൽ ഒരിക്കൽ നറുക്കു വീണ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആലയത്തിൽ കടന്നു പോവുകയാണ്. ദൈവസന്നി ചെന്ന് നിന്ന് സക്കറിയാവ് ദൈവസന്നി വന്നു നിൽക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സക്കറിയാവിന്റെ അടുക്കിൽ, അതായത് സക്കറിയാവ് നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിന്റെ വലതുഭാഗത്ത് ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് സക്കറിയാവിനോട് ദൂതൻ സംസാരിക്കുകയാണ്. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്റെ വലതുഭാഗത്തൊരു ദൂതൻ വന്നു നിന്ന് സക്കറിയാവിനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അതായത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, വർഷങ്ങൾ കൊണ്ട് കാത്തിരിപ്പാണ്, വർഷങ്ങൾ കൊണ്ടുള്ള നിന്റെ കാത്തിരിപ്പിന്റെ മറുപടി വന്നിരിക്കുന്നു എന്നുള്ള സന്ദേശം സ്വർഗത്തു നിന്നും ദൈവം കൊടുത്തുവിട്ട ദൂതുമായിട്ട്, അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ സക്കറിയാവിന്റെ അടുക്കിൽ വലതുഭാഗത്തു വന്ന ദൂതൻ തന്നോട് സംസാരിക്കുന്ന ആ സന്ദർഭത്തിൽ സക്കറിയാവ് ആ ദൂതന്റെ മറുപടി കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു ദൂതൻ ഭവനത്തിന്റെ മുന്നിലോ നമ്മുടെ അടുക്കിലോ ഒരു ദൂതൻ പെട്ടെന്ന് വന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്നും ഇന്നും ഇനിയും ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്ന
സ്വർഗത്തെന്ന് ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിയോഗിച്ചയക്കുന്ന ദൂതന്മാർ നമ്മുടെ അടുക്കിലേക്ക് വരും. നമ്മളത് തിരിച്ചറിയുകയും മനസ്സിലാക്കി പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവീക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിയുന്നത്. ഇവിടെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ സക്കറിയാവൊന്ന് ഭയപ്പെട്ടു. സക്കറിയാവിനോട് ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഈ വചനത്തിലൂടെ ഉണർത്തുന്നത്, നിന്റെ ജീവിതത്തിൽ വർഷങ്ങൾ പഴക്കം വന്നതാകട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വിഷയങ്ങളിൽ മറുപടിയില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ദർശനങ്ങൾക്കൊരു അവധി വെച്ചിരിക്കുന്നു, സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. തീർച്ചയായിട്ടും അത് നടക്കും. അത് വൈകിയാലും സംഭവിക്കും. ദൈവവചനം പഠിപ്പിക്കുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ താണിരിപ്പിനെന്നാണ്. അതായത് നിന്റെ ജീവിതത്തിന്റെ മേഖലയിൽ ശൂന്യത ഉണ്ടായിരിക്കും. നിന്റെ ജീവിതത്തിന്റെ മേഖലകൾ ഒരു ഇടുക്കമുണ്ടായിരിക്കും. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില പ്രാർത്ഥനാ വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ മറുപടി കിട്ടുന്നത് വരെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ ചിന്തിക്കാത്ത സമയത്ത് സ്വപ്നം കാണുന്നത് പോലെ ഒരുപക്ഷെ ഒരു ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട്, ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൂതൻ നിന്റെ പ്രാർത്ഥനയുടെ വിഷയം മറുപടിയുമായി ചീട്ടുമായി നിന്റെ അടുക്കൽ ഇറങ്ങി വരും. അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെയോ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ നിന്നോട് സംസാരിക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് തന്നെ ദൈവശബ്ദമായി നീ വ്യക്തമായി കേൾക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും. പക്ഷേ ഒറ്റ കാര്യം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ മടുത്തു പോകാതെ മറുപടി വരുന്നവരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സക്കറിയ പുരോഹിതനോട് ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ഉത്തരമായി. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത രീതിയിലുള്ള ദൈവമായിട്ടുള്ള എൻകൗണ്ടറുകൾ വ്യത്യസ്ത രീതികളിലാണ് ഓരോരുത്തർക്കുണ്ടാകുന്നത്. സക്കറിയാവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്നത് ഒരു ദൂതനാണ് ഇറങ്ങി വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. നിങ്ങളുടെ ഭവനത്ത്, നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ചീട്ടുമായി ഉറപ്പായിട്ടും ഒരു ദിവസം ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ചീട്ടുമായി നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് പറയും, ഈ വിഷയമാണല്ലോ ദീർഘനാൾ കൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നി കരയുകയും ചെയ്യുന്നത്, ഇതിന്റെ മറുപടിയുമായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയുടെ മേഖലകളിൽ നിങ്ങൾ ഇറങ്ങി പ്രാർത്ഥിക്കുക. മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തല്ല ദൈവീക ഇടപെടൽ നമുക്കുണ്ടാകുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്താണ് സക്കറിയാവിന് ഇവിടെ ദൂതന്മാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ജനത്തിന് പ്രാർത്ഥിക്കുവാനായിരിക്കുമ്പോഴാണ്. അതിനർത്ഥം നിന്റെ വിഷയം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ള വിഷയങ്ങളെ കൈതാങ്ങി പ്രാർത്ഥിച്ച് നിന്നെ ഭൂമിയിൽ എന്തുവാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസ്തയോടെ നീ ചെയ്ത് ജയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, നീ അറിയാത്ത സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടൽ നിന്റെ വിഷയത്തിൽ വെളിപ്പെടുകയും, ദീർഘനാളുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ ഉണർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു മടുത്തു പോകാതെ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവീക ഇടപെടൽ ഉണ്ടാകുന്നത് വരെ, ഒരു ദൈവശബ്ദം കേൾക്കുന്നത് വരെ നീ ദൈവസന്നി നിന്റെ വിഷയത്തെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കിൽ ഇറങ്ങി വരും. ദൂതന്മാർ ഇറങ്ങി വരും, ചീട്ടുമായി ഇറങ്ങി വരും. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. നീ ലജ്ജിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കത്തില്ല. നീ ഭാരപ്പെട്ടു പോകാൻ അനുവദിക്കത്തില്ല. വർഷങ്ങളായ വിഷയമാകട്ടെ, ദൈവീകമായ ഒരു ഇടപെടൽ, ദൂതന്മായിട്ടുള്ള ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ ആളുമാറിയതുപോലെ നിന്റെ വിഷയത്തിന് പൂർണ്ണമായി പരിഹാരവും മറുപടിയും സ്വർഗത്തിലെ ദൈവം നൽകി മാനിക്കും. പരിശുദ്ധ കർത്താവേ,
ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത വിഷയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായ ഒരു ബന്ധം, ദൂതന്മാരുടെ ഇടപെടൽ ഇവരെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ മറുപടി ഇവരിൽ ഇറങ്ങി വരട്ടെ. സകല തടസ്സങ്ങളും മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.